ഇടുക്കി ചിന്നക്കനാലിലെ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട മാത്യു കോൾനാടൻ എംഎൽഎക്കെതിരെ വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഭൂമിയിടപാടിൽ ക്രമക്കേടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഭൂമി വാങ്ങിയെന്നാണ് എഫ്ഐആർ. താൻ അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാനെടുത്ത എഫ്ഐആറാണെന്ന് മാത്യു കോൾനാടൻ പ്രതികരിച്ചു. നരേന്ദ്രമോദിക്ക് എന്ന പോലെയാണ് പിണറായി വിജയന് വിജിലൻസ് എന്നും മാത്യു കോൾനാടൻ പ്രതികരിച്ചു. ഇടുക്കി ചിന്നക്കനാലിലെ കപ്പിത്താൻ റിസോർട്ട് പ്രവർത്തിക്കുന്ന മാത്യു കുഴൽനാടന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയടക്കം കയ്യേറി റിസോർട്ട് നിർമ്മിച്ചുവെന്ന് കണ്ടെത്തുകയും തുടർന്ന് റവന്യൂ വകുപ്പ് കേസും എടുത്തിരുന്നു. ഇതിന്റെ നടപടികൾ തുടർന്നു വരുന്നതിനിടയിലാണ് മാത്യു കുഴൽനാടനെതിരെ വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും ഭൂമി ഇടപാട് നടത്തി എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. നിയമോപദേശം തേടുവാനെത്തിയ മുൻ ഉടമകളോട് അവസരം മുതലെടുത്ത് ഭൂമി വാങ്ങുകയായിരുന്നു. 2012 മുതൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അന്നു മുതൽ ഇന്നുവരെയുള്ള ഇടപാടിൽ 21 പ്രതികളാണുള്ളത്. ഇതിൽ 16ാം പ്രതിയാണ് മാത്യു കുഴൽനാടൻ. എന്നാൽ താൻ അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കുവാനെടുത്ത എഫ്ഐആർ എന്നാണ് മാത്യു കുഴൽനാടന്റെ പ്രതികരണം. നരേന്ദ്രമോദിക്ക് ഇഡി പോലെയാണ് പിണറായി വിജയൻ വിജിലൻസ് എന്നും കുഴൽനാടൻ പറഞ്ഞു. മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനും പിണറായി വിജയൻ ശുദ്ധനായ, സംശുദ്ധനായ, പരിശുദ്ധനായ രാഷ്ട്രീയക്കാരനും എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എഫ്ഐആർ. നരേന്ദ്രമോദിക്ക് ഇഡി എങ്ങനെയാണോ അങ്ങനെയാണ് കേരളത്തില് പിണറായി വിജയന് വിജിലൻസ്. അതേസമയം 2012 ദേവികുളം തഹസിൽദാരായിരുന്ന ഷാജിയാണ് കേസിലെ 1ാം പ്രതി. എഫ്ഐആർ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. തുടർന്നാകും തുടരന്വേഷണം സംബന്ധിച്ച നടപടികളിലേക്ക് കടക്കുക. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.